ഹലോ എവരി വൺ. ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ സബ്ജക്റ്റ് ബാഡ് ഡെപ്റ്റ് ആൻഡ് ഗുഡ് ഡെപ്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കടം തന്നെ നല്ലതുമുണ്ട് ചീത്തയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ചെയ്തു. അതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോ. അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും കടം മേടിക്കരുത്. കടം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ആകത്തില്ല, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ആകത്തില്ല. നിങ്ങൾക്ക് നേരെ ചൊവ്വേ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും കടം കൂടി 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 നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ വലിയ ട്രബിളിലേക്ക് ചെല്ലും. അതേസമയം നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ലോൺ എടുത്താൽ കുഴപ്പമില്ല. അതിന് പറയുന്നതാണ് ഗുഡ് ഡെപ്റ്റ്. അത് നിങ്ങൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ സക്സസ് ആവും. മറ്റേത് ബാഡ് ഡെപ്റ്റ് ആണ്. ഒരാൾ ബിസിനസ് എന്താണെന്ന് അറിയാൻ മേലാതെ അത് ചെയ്ത് ഇരിക്കുന്ന ഒരാൾ പോയി കടം എടുക്കുന്നതിനാണ് ബാഡ് ഡെപ്റ്റ്. അതിന് കടവും കയറി വരും, അതിന് പലിശയും കയറി വരും, അവസാനം അടയ്ക്കാൻ മേലാതെ വരും, ബിസിനസ് പൂട്ടേണ്ടി വരും. ഇത് രണ്ടും മനസ്സിലാക്കിയ ശേഷം, ഇത് പഠിച്ച ശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ് ബിസിനസ്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ സ്കൂളും കോളേജിൽ പോയി പഠിക്കുന്നു. അവിടെ നമ്മൾ പഠിക്കുന്ന കുറേ സബ്ജക്റ്റുകൾ മാത്രമാണ്. നമ്മളെ പഠിപ്പിച്ചു തരുന്ന സാറിന് ആ ബിസിനസ് ചെയ്തുള്ള എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ അയാൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ നോട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അയാൾ പഠിപ്പിക്കും. അയാളുടെ സിലബസിലുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും. പക്ഷെ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് സമ്പത്ത് നേടാനൊന്നും അയാൾക്ക് സാധിക്കത്തില്ല. അപ്പം അതാണ് നമ്മുടെ ഗുരു. ആ ഗുരു നമുക്ക് സാമ്പത്തിക കാര്യങ്ങൾ പഠിപ്പിച്ചു തരുമ്പോഴത്തേക്കും അത് ശരിയാകണമെന്ന് നിർബന്ധമില്ല. കാര്യം അയാൾക്ക് ആ എക്സ്പീരിയൻസ് ഇല്ല. ഓക്കെ, അങ്ങനെയൊക്കെ ഒരു ജോലി ചെയ്തുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, രണ്ട് തരം ഡെപ്റ്റ് ഉണ്ട്, കടമുണ്ട്. ബാഡ് ഡെപ്റ്റും ഉണ്ട്, ഗുഡ് ഡെപ്റ്റും ഉണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോൾ എപ്പം നിങ്ങൾ കടം എടുക്കണം, എപ്പോൾ എടുക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിച്ച ശേഷം വേണം. മറ്റേത് നമ്മൾ സ്കൂളിലും കോളേജിലും പോയി എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നു, അതിന് ശേഷം പിന്നെ ഒന്നും പഠിക്കുന്നില്ല. അവിടെ കൊണ്ട് പഠിത്തം നിർത്തി. പിന്നെ നമ്മൾ മാസ്റ്ററാണെന്നോ അല്ലെങ്കിൽ നമ്മൾ അതിന് മുകളിൽ പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ നമ്മൾ PhD എടുത്തെന്നൊക്കെ പറഞ്ഞ് മനുഷ്യനിങ്ങനെ നടക്കുക. പിന്നീട് യാതൊരു വിധത്തിലുള്ള പഠിത്തവും ഇല്ല. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എന്നും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. പഠനം മരണം വരെ തുടരണം. അങ്ങനെയുള്ള ഒരാൾക്കാരെ മാത്രമേ ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ തയ്യാറാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും. ഒരു ഫുൾ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ബിസിനസ് ചെയ്യുമ്പം നിങ്ങൾ ചിലപ്പോൾ ഒരു ലോൺ എടുത്തുന്നിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് സപ്പോർട്ടാണ്. ബാങ്ക് എല്ലാം അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പോയി എടുക്കുമ്പം നമ്മൾ ശരിക്കും അവസാനം ബാങ്കിന് വേണ്ടി വർക്ക് ചെയ്യുന്ന പോലെ ആവും. കാര്യം പൈസ അടയ്ക്കണം, അതിനുപോലെ പലിശ കയറി വരുന്നു. അവസാനം നമ്മൾ ബിസിനസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ബാങ്കിന് വേണ്ടി ജോലി ചെയ്യുന്ന പോലെ ആവും. ശരിക്കും ബാങ്കിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാൾ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം തുറന്ന് വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് പൈസ മുഴുവൻ കൊണ്ട് ബാങ്കിന് കൊടുക്കുക. അപ്പം നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിജയിപ്പിക്കാൻ പറ്റും. അപ്പോൾ എന്തെല്ലാം സ്കിൽസാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് എൻ്റെ ട്രെയിനിങ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പവർഫുള്ളായി മാറും. നിങ്ങൾക്ക് എങ്ങനെ അത് വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ നിങ്ങൾ വിജയമായ ശേഷം മാത്രമേ ഒരു ലോൺ എടുക്കാവുള്ളൂ. ആ ലോൺ എത്ര വലുതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് വീണ്ടും അത് ഇരട്ടിപ്പിക്കാൻ പറ്റും. അത് എൻ്റെ ഡിഫറൻറ്റാണ്. അല്ലാതെ നമ്മൾ പോയി ലോൺ എടുക്കുന്നു, ഇതും തമ്മിൽ രണ്ടും രണ്ടാണ്. ഭയങ്കര ഡിഫറൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ട്രബിളോട്ടാവും. ആ ലോൺ ക്ലോസ് ചെയ്യുന്ന കൂട്ടത്തിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. ആ സ്കില്ല് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ നമ്മൾ ഡെയിലി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ആ രീതിയിലുള്ള അച്ചീവ്മെൻറ്റ് സാധ്യമാവുകയുള്ളൂ. എല്ലാം അറിയാം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്ക് ഈ യാതൊരു വിധത്തിലുള്ള വിജയവും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ.
പരാജയത്തിൽ നിന്ന് നമ്മൾ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓരോ പരാജയവും നല്ലതാണെന്നാണ് നമ്മൾ പറയേണ്ടത്. അതിൽ നിന്നാണ് നമ്മൾ പാഠം ഉൾക്കൊണ്ട് പഠിക്കുന്നത്. ലോകത്ത് വിജയിച്ചവരെല്ലാം അങ്ങനെ ചെയ്തിരിക്കുന്നത്. അവർക്കുണ്ടായ പരാജയത്തിൽ നിന്ന് വിഷമിച്ചിരിക്കുമല്ല. അവർ ആ പരാജയം വരുന്നു, അതിൽ നിന്ന് മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. വിജയം ഒരിക്കലും നമുക്കൊന്നും പഠിക്കാൻ, അവിടെ ഒന്നും പഠിക്കാനില്ല അതിനകത്ത്. മറ്റേതിനകത്ത് മുഴുവൻ പഠിക്കാനാണുള്ളത്. അങ്ങനെ പഠിക്കാനും തിരുത്താനും തയ്യാറായിട്ടുള്ളവർക്ക് ഉള്ളതാണ് ഈ ചാനലും ഈ വീഡിയോയും എല്ലാം. താങ്ക് യു. നിങ്ങൾ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെൽ ഐക്കൺ അമർത്തുക, അതിനകത്ത് ഓൾ അമർത്തുക. എന്നാലേ ഉള്ളൂ എല്ലാ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ്, അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു മാറ്റം വേണം എന്ന് തോന്നുന്നവർക്ക് അയച്ചു കൊടുക്കുക. ചിലപ്പോൾ അവർ വീഡിയോ കണ്ടെന്നിരിക്കും, ചിലപ്പോൾ കണ്ടില്ലെന്നിരിക്കും. ഓക്കെ, അത് അവരുടെ ആ ലിസണിങ് കപ്പാസിറ്റി, എപ്പം അവർക്ക് മാറ്റം വേണം എന്ന് തോന്നുന്ന സമയത്ത് അത് മാറ്റം സംഭവിക്കും. നിങ്ങൾ അയച്ചു കൊടുക്കുക, നിങ്ങളുടെ ഡ്യൂട്ടി അവിടെ കഴിഞ്ഞു. അയച്ചു കൊടുക്കുക. പിന്നെ അയാൾ കാണുമോ വേണ്ടായോ എന്നുള്ളത് അയാൾ തീരുമാനിക്കുന്ന കാര്യമാണ്. പക്ഷെ അയച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ഒരു ഭാഗമായി കാണുക, നിങ്ങളുടെ ഒരു ഇതായിട്ട് കാണുക. നിങ്ങൾ അയാൾക്ക് വീഡിയോ അയച്ചു കൊടുക്കുന്നു, ഇങ്ങനെ ഒരു വീഡിയോ അയച്ചിട്ടുണ്ടെന്നും പറയുക. അവിടെ സംഭവം കഴിഞ്ഞു. പിന്നെ അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാൾ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളും. ഓക്കെ, താങ്ക് യു. അടുത്ത ദിവസങ്ങളിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വീണ്ടും വരുന്നുണ്ട്, കാണുക. ഓക്കെ.